ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സിംഗിൾ ബോണ്ടിലുള്ള കോമ്പൗണ്ട്സുകളെ നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിലുള്ള കോമ്പൗണ്ട്സുകളെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സായി മാറുന്ന റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടിലോ ഇരിക്കുന്ന കോമ്പൗണ്ട്സ് ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടിലോ ഇരിക്കുന്ന കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടായി മാറുന്ന റിയാക്ഷൻസാണ് അഡീഷൻ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഡബിൾ ബോണ്ടാണ്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് റിസൾട്ട് നമുക്കറിയാം, അരമാർക്ക് കഴിഞ്ഞ് വരുന്നത് പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയത് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇവിടെ എത്തിയപ്പോൾ എന്താ? സിംഗിൾ ബോണ്ടായി. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടിരുന്ന കോമ്പൗണ്ട് പിന്നീട് റിയാക്ട് ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ട് മാറുന്ന ഇങ്ങനത്തെ റിയാക്ഷൻസാണ് അഡീഷൻ റിയാക്ഷൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. CH2 ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിലിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സിംഗിൾ ബോണ്ടാണ്. അതാണ് നമ്മുടെ അഡീഷൻ റിയാക്ഷൻ, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ സ്ട്രക്ചറൽ ഫോർമുലയിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ എഴുതുന്നു. അതുപോലെ തന്നെ ആ ഡബിൾ ബോണ്ട് അതേപോലെ തന്നെ എഴുതുന്നു. ഒരു കാർബൺ, 2 ഹൈഡ്രജൻ. ഈ 2 ഹൈഡ്രജൻ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇനി പ്ലസ്, ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് H2, 2 ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ആ 2 ഹൈഡ്രജൻ ഇങ്ങനെ എഴുതി കൊടുത്തു. ഇനി എന്താണ് റിസൾട്ട് കിട്ടുന്നത്? അതായത് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്? നമുക്കറിയാം, ഇവിടെ നമുക്ക് ഈ ഹൈഡ്രജനിലെ പ്ലസ് ഇട്ട് കൊടുക്കുന്നതിന് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഹൈഡ്രജനുമായിട്ട് ഇങ്ങോട്ട് റിയാക്ട് ചെയ്യാവുന്നു. റിയാക്ട് ചെയ്യാൻ വരുമ്പോൾ ഈ ഹൈഡ്രജൻ ഇരിക്കാൻ ഒരു സ്പേസ് വേണ്ടേ? സ്പേസ് നോക്കി മക്കളെ ഇവിടെ ഉണ്ടോ? കാരണം എന്താ? കാർബണിന് ചുറ്റും 1, 2, 3, 4 ബോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ എവിടെ ഇരിക്കും? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ആ ബോണ്ടിലേക്ക് ഇരിക്കും. ഇങ്ങനെ ഇരിക്കാം, അങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പോവാണ് നമ്മുടെ ഹൈഡ്രജന്. എന്ത് ചെയ്തു? ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്. നമ്മുടെ കാർബൺ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ കാർബണിൽ ഇങ്ങനെയുള്ള 4 വരകളെ പാടുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഡബിൾ ബോണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന ഈ കാർബണിൻ്റെ ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഹൈഡ്രജൻ ഇവിടെ കയറിയിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹൈഡ്രജനുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെയായിട്ടോ. ഇനി രണ്ടാമത്തെ കാർബൺ പ്രശ്നം ഇനി എന്താ? ആ കാർബണിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഡബിൾ ബോണ്ടും. അവരുടെ അവസ്ഥ എന്തായി? അവിടുത്തെ ബോണ്ടും ബ്രേക്ക് ആയി പോയല്ലേ? അവിടുത്തെ ബോണ്ടും ബ്രേക്ക് ആയിട്ടുണ്ട് മക്കളെ. ആ കാർബണും ഒരു 1, 2, 3 ബോണ്ടുള്ളൂ. 4ാമത്തെ ബോണ്ട് ആവശ്യമാണ്. 4ാമത്തെ ബോണ്ട് എങ്ങനെ വരും? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഞാൻ അതെങ്ങനെ എഴുതണമെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടാണ്. കാർബൺ, ഹൈഡ്രജൻ ഇതുപോലെ തന്നെ നമുക്ക് റിസൾട്ടായിട്ട് എഴുതി കൊടുക്കുന്നത്. നമുക്ക് ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് നമുക്ക് 4 ബോണ്ട് വരണമെന്നറിയാലോ. അപ്പോൾ ഞാനതിങ്ങനെ ഈ 4 ബോണ്ട് കാർബണിന് ചുറ്റും വേണമെന്നറിയാം. ഈ ഡബിൾ ബോണ്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. ഇങ്ങോട്ട് ഈ ഹൈഡ്രജന്, നമ്മുടെ പ്ലസ് സൈനുള്ള ഈ ഹൈഡ്രജനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ അടുത്ത കാർബൺ, ഈ കാർബൺ എടുത്ത് എഴുതുന്നു. അത് ഹൈഡ്രജൻ അതേപോലെ തന്നെ എഴുതുന്നു. എണ്ണി നോക്കുമ്പോൾ 1, 2, 3 ബോണ്ടേ ഉള്ളൂ. ഈ ഡബിൾ ബോണ്ട് പോയത് കൊണ്ട് ഇവിടെ 1, 2, 3 ബോണ്ട് ഉള്ളൂ അല്ലേ? അപ്പം 4 ബോണ്ടാക്കാൻ ഒരാൾ കൂടി വേണം. നമ്മൾ ആരെടുത്തു? 2ാമത്തെ ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് കൊടുക്കുകയാണ്. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ വന്ന് ഇവിടെ ഇരിക്കും. അപ്പോൾ 1, 2, 3 ബോണ്ടായില്ലേ? അപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് നമ്മുടെ റിസൾട്ട് സൈഡ്. അതിവിടെ എന്താണ്? എങ്ങനെ വന്നു? എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലേ? ഒരു കാർബൺ റിസൾട്ടിൻ്റെ സൈഡാണിത്. ഒരു കാർബൺ, 1, 2, 3 ഹൈഡ്രജൻ, സിംഗിൾ ബോണ്ട്. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ, 1, 2, 3 ഹൈഡ്രജൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡബിൾ ബോണ്ട് ആയിരുന്ന ഒരു കോമ്പൗണ്ട് പ്രൊഡക്റ്റ് സൈഡ് നമുക്ക് ഈ ഒരു ആരോമാർക്ക് കഴിഞ്ഞ് വരുന്ന പ്രൊഡക്റ്റ് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് സിംഗിൾ ബോണ്ടായി, ഒരു ബോണ്ടായില്ലേ? ഇങ്ങനത്തെ റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ.
ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോയിലോ ഇരിക്കുന്ന കോമ്പൗണ്ട്സുകൾ, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായ സിംഗിൾ ബോണ്ട് ആവണം. അങ്ങനെയുള്ളതാണ് അഡീഷൻ റിയാക്ഷൻ. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഇങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2 ആയിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്തത് എങ്ങനെ കണ്ടത്? ആൻസർ വരുമ്പോൾ CH2 ഇതിലൊരു Cl ഡബിൾ ബോണ്ട് മാറി Cl ഇരിക്കാൻ സ്പേസ് ഉണ്ടോന്നില്ല, CH2 Cl ഇങ്ങനെ വരും ആൻസർ. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CH3 ഉണ്ടല്ലേ, ഇവിടെ സിംഗിൾ ബോണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നോക്കിയേ വേണ്ട, HCl-ഉമായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് അവിടെ ഇരിക്കുന്നത്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലെ ഒരു ഹൈഡ്രജനെ ഇങ്ങോട്ട് കൊടുക്കാല്ലേ, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊടുക്കാം. ഇതിലെ ക്ലോറിൻ Cl, ഈ Cl-നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് വരാം? അത് വരുന്നത് നമുക്ക് നോക്കാം. എങ്ങനെ വരുന്നതെന്ന് താഴെ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതുന്നത് ഇവിടെ എഴുതി കാണിച്ചിടാം. നമ്മളൊന്നും ചെയ്യേണ്ട, CH3 നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ഈ ഡബിൾ ബോണ്ടിലിരുന്ന CH-നെ നമ്മൾ ബ്രേക്ക് ചെയ്തു കേട്ടോ. ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഹൈഡ്രജനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഹൈഡ്രജൻ ഇങ്ങോട്ട് വന്നപ്പോൾ CH2 ആയല്ലേ, ആ ഡബിൾ ബോണ്ട് ബ്രേക്കായി. അടുത്ത ഹൈഡ്രജൻ H2 ഉണ്ട്, H2ലേക്ക് ക്ലോറിൻ വന്ന് ചേരുന്നു. അപ്പോൾ എന്താ ക്ലോറിൻ വരുമ്പോൾ ക്ലോറിൻ കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, ഇപ്പോൾ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആയല്ലേ. അപ്പോൾ ഇതേപോലെ ഡബിൾ ബോണ്ടിലിരിക്കുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിലിരിക്കുന്ന കോമ്പൗണ്ട് റിയാക്ട് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആകുന്നതാണ് അഡീഷൻ റിയാക്ഷൻ. ഈ റിസൾട്ട് ഇവിടെ ആയിട്ട് എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചെയ്ത മെത്തേഡ് തന്നെയാണ്. അതായത് പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ, അതായത് റിയാക്ഷൻ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിലിരിക്കുന്ന ഓരോ കോമ്പൗണ്ട്സും പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി മാറിയേക്കാണ് ഇവിടെ.